ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, കർത്താവിൻ്റെ സമർപ്പണ തിരുനാളിൽ ദിവ്യബലി മധ്യേ നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്ക 2-ാം അധ്യായം 22 മുതൽ 40 വരെ വാക്യങ്ങളാണ്. ഈ വചനഭാഗത്തിൻ്റെ ഒരു ലഘു വ്യാഖ്യാനം നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. അമ്മയുടെ ശുദ്ധീകരണവും മകന്റെ പരിച്ഛേദനവും ലേവ്യരുടെ നിർദ്ദേശങ്ങളിൽ പെടുന്ന കർമ്മങ്ങളാണ്. ലേവ്യരുടെ പുസ്തകം 12-ാം അധ്യായം 28-ാം വാക്യം. ആദ്യജാതനെ കർത്താവിന് സമർപ്പിക്കുന്ന ചടങ്ങുമായി ശുദ്ധീകരണം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആദ്യജാതനെ ദൈവ സേവനത്തിന് അഭിഷേകം ചെയ്യുകയായിരുന്നു ആദ്യകാലത്തെ നടപടിക്രമം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 2-12 വാക്യങ്ങൾ. പിന്നീട് ലേവ്യരുടെ വംശത്തിൽപ്പെട്ടവർ മുഴുവനും ദൈവ സേവനത്തിന് നിയോഗിക്കപ്പെട്ടു. അതുകൊണ്ട് മറ്റു ഗോത്രങ്ങളിൽപ്പെട്ടവരുടെ ആദ്യജാതരെ ദൈവസേവനത്തിനായി അഭിഷേകം ചെയ്യുകയും ദേവാലയത്തിലെ പുരോഹിതന് മോചനദ്രവ്യം നൽകി വീണ്ടെടുക്കുകയും ചെയ്യേണ്ടി വന്നു. സംഖ്യാപുസ്തകം 18-ാം അധ്യായം 15 മുതൽ 16 വരെ വാക്യങ്ങൾ. മോചനദ്രവ്യമായി കുഞ്ഞാടിനെ സമർപ്പിക്കേണ്ടതുണ്ട്. ലേവ്യരുടെ പുസ്തകം 12-ാം അധ്യായം 8-ാം വാക്യം. കുഞ്ഞാടിനെ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവർ ഒരു ജോഡി പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ചങ്ങാലികളെയോ ആണ് ദേവാലയത്തിൽ കൊടുക്കേണ്ടിയിരുന്നത്. മറിയം ദേവാലയത്തിൽ ബലി അർപ്പണത്തിന് നൽകിയത് ചെങ്ങാലികളെയാണ്. 2-ാം അധ്യായം ലൂക്ക് 2-ാം അധ്യായം 24-ാം വാക്യം. യേശുവിൻ്റെ മാതാപിതാക്കളുടെ വിശ്വസ്തത, ഭക്തി എന്നിവയ്ക്ക് ഈ സമർപ്പണ കഥയിൽ പ്രാമുഖ്യം നൽകപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണാം. ഈ സമയത്ത് ദൈവഭക്തനായ ശിമയോനെ ലൂക്ക അവതരിപ്പിക്കുകയാണ്. വൃദ്ധനാണെങ്കിലും കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കില്ല എന്ന് അയാൾക്ക് പരിശുദ്ധാത്മാവ് ഉറപ്പ് നൽകിയിരുന്നു. ഉണ്ണിയേശുവിനെ മാതാപിതാക്കൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന സമയത്ത് തന്നെ അവിടെ വരാൻ പരിശുദ്ധാത്മാവ് അയാളെ പ്രേരിപ്പിച്ചു. അയാൾ ശിശുവിനെ തിരിച്ചറിയുകയും അവന്റെ മഹത്വം ഉദ്ഘോഷിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായ സഖറിയ യോഹന്നാന്റെ മഹത്വവും അദ്ദേഹം അനുഷ്ഠിക്കാൻ പോകുന്ന വലിയ കാര്യങ്ങളും പ്രവചന ഗീതത്തിലൂടെ പാടിയതുപോലെ ശിമയോൻ യേശുവിൻ്റെ മഹത്വവും അവിടുന്ന് ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങളും സ്തോത്രരൂപേണ ആലപിച്ചു. സക്കറിയായുടെ സ്തോത്രഗീതം 2-ാം അധ്യായം 29 മുതൽ 32 വരെ വാക്യങ്ങൾ. ലൂക്കാ സുവിശേഷത്തിൽ ഒരു പ്രവചനവും ശിമയോൻ നടത്തി. 34-35 വാക്യങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ശിമയോൻ ശിശുവിനെ തിരിച്ചറിയുകയും അവൻ വഴി ഉണ്ടാകാൻ പോകുന്ന രക്ഷ ഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അയാൾ ഉണ്ണിയെ മറിയത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങിയതും ദൈവത്തെ സ്തുതിച്ചതും. ശിമയോൻ തൻ്റെ സ്തോത്രഗീതത്തിൽ യജമാനന്റെ വരവ് കാത്തിരുന്ന ഒരു സേവകന്റെ സ്ഥാനമാണ് തൻ്റേതെന്ന് പറയുകയാണ്. യജമാനൻ ഇനി വന്ന സ്ഥിതിക്ക് സേവകന് ഇനി സമാധാനത്തോടുകൂടി പോകാം. കാരണം പൂർവികർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷ ഇതാ സമാഗതമായിരിക്കുന്നു. ഇസ്രായേലിന്റെ മഹത്വത്തിന് എന്നതുപോലെ വിജാതിയർക്കും വേണ്ടിയുള്ളതാണ് യേശുവിൻ്റെ സമാഗതമാകുന്ന രക്ഷയും വെളിച്ചവും. കാരണം വിജാതിയർക്കും യഹൂദർക്കും വേണ്ടിയാണ് ഈ രക്ഷയും വെളിച്ചവും ദൈവം ഒരുക്കിയിരിക്കുന്നത്.
വാക്യം. സാർവത്രികമായ രക്ഷയാണ് ലൂക്കായ്ക്ക് പ്രിയപ്പെട്ട പ്രമേയം എന്ന് നമുക്കറിയാം. അപ്പോസ്തല പ്രവർത്തനം 28 വാക്യം. സ്തോത്രഗീതത്തെ തുടർന്ന് ശിമയോൻ മറിയത്തെയും യൗസേപ്പിനെയും അനുഗ്രഹിക്കുകയാണ്. രണ്ടുപേരെയും അനുഗ്രഹിച്ച ശേഷം മറിയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശിമയോൻ ഇപ്രകാരം പറഞ്ഞു: ഈ ശിശു ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. സ്വജനം തന്നെ യേശുവിനെ തള്ളിപ്പറയുമെന്ന് ദീർഘദർശനം ചെയ്യുകയാണ് ശിമയോൻ ഇവിടെ. യേശു വിവാദ വിഷയമായ അടയാളമായിരിക്കും. യേശുവിന്റെ പീഡാസഹനം എന്ന ജീവിത ദൗത്യവുമായി മറിയത്തിന്റെ ഭാവിയും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് മറിയം അനുഭവിക്കാൻ പോകുന്ന ദുരന്തവും ശിമയോൻ പ്രവചിക്കുന്നത്. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. പലപ്പോഴും ബൈബിളിൽ വിഭജനത്തിന്റെ പ്രതീകമാണ് വാൾ. മറിയം തന്റെ പുത്രനെ ദൈവിക പദ്ധതിക്ക് മുഴുവനായും സമർപ്പിക്കേണ്ടി വരും. ദൈവിക പദ്ധതിക്ക് കീഴ്പ്പെടുന്നത് വഴി പുത്രനെ നഷ്ടപ്പെടുകയും അവന്റെ മരണത്തോടെ വേദന പരമകാഷ്ഠയിൽ എത്തുകയും ചെയ്യുന്ന മറിയം അനുഭവിക്കേണ്ട ദുരിതത്തെ വാൾ പ്രതിനിധാനം ചെയ്യുന്നു. യേശുവുമായി തനിക്കുള്ള ശാരീരികവും മാതൃസഹജവുമായ ബന്ധം വിശ്വസ്തതയും വിനീതവുമായ ഒരു ശിഷ്യയുടെ തലത്തിലേക്ക് താഴ്ത്തുകയും അതോടൊപ്പം ഉദാത്തീകരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന ദുഃഖസത്യം ഗ്രഹിക്കാൻ മറിയം തയ്യാറാവുകയാണ്. പ്രിയമുള്ളവരെ, ഈ വചനഭാഗം 2 സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നു. ഒന്ന്, യഹൂദർ, വിജാതിയർ, ക്രിസ്ത്യാനികൾ എന്നിങ്ങനെ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ദൈവത്തിൻ്റെ രക്ഷ. യേശുവിൽ ദൈവം സ്വയം ഉള്ളടക്കം ചെയ്ത സമ്മാനം എല്ലാ ജനതയ്ക്കും സമ്മാനമായി കിട്ടണം. കാരണം തൻ്റെ രക്ഷ എന്ന സമ്മാനം സകലർക്കും വേണ്ടിയാണ് അവിടുന്ന് ഒരുക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ രക്ഷ എന്ന സമ്മാനത്തിനുമേൽ ഒരുത്തർക്കും കുത്തക അവകാശമില്ല. സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യമായിരിക്കുമെന്നും ഞാൻ അറിയുന്നു എന്ന് പത്രോസിനെ പോലെ നമ്മൾ ഓരോരുത്തരും പറയേണ്ടിയിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 10-34-35 വാക്യങ്ങൾ. രണ്ടാമത്തെ സന്ദേശം യേശുവിനെ വിവാദത്തിന്റെ അടയാളമായി ലൂക്ക അവതരിപ്പിക്കുന്നു. ഉണ്ണിയേശുവിനെ സ്വീകരിക്കുക എന്നാൽ ഹൃദയം തുറക്കുന്ന അല്ലെങ്കിൽ ഹൃദയം തുളയ്ക്കുന്ന വാളിനെയും സ്വീകരിക്കുക എന്നാണ് അർത്ഥം. കുരിശുള്ളതാണ് യേശുവിൻ്റെ ദൗത്യം. അതിൽ സഹനത്തിൻ്റെ വാൾ ഒളിഞ്ഞിരിപ്പുണ്ട്. സ്വയം ദാനത്തിൻ്റെയും ആത്മീയ പരിത്യാഗത്തിൻ്റെയും വേദന നിറഞ്ഞിരിപ്പുണ്ട് യേശുവിൻ്റെ ദൗത്യത്തിൽ. യേശുവിനെ അനുഗമിക്കുവാൻ വിളിക്കപ്പെടുമ്പോൾ അവിടുത്തെ കുരിശിൽ പങ്കുചേരുവാനും നാം തയ്യാറാകണം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.